ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ആയുഷ് മിഷൻ വഴി ആശുപത്രി, ഡിസ്പെൻസറി എന്നിവയിലായിട്ട് വിവിധ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വിളിച്ചെടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളാണ്. ഇടുക്കി ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആശുപത്രി, ഡിസ്പെൻസറി വിവിധ പദ്ധതികളിലേക്കുമായി കരാർ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന അവസ്ഥയിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വേക്കൻസി വിളിച്ചുള്ളത് ജി എൻ എം നഴ്സ് എന്ന പോസ്റ്റിലേക്കാണ്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാല അംഗീകരിച്ച BSc നഴ്സിംഗ് അല്ലെങ്കിൽ അംഗീകൃത നഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നഴ്സിംഗ്. അതോടൊപ്പം തന്നെ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 12/3/2024 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി പറഞ്ഞിട്ടുള്ളത് 17,850 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം 2 പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് തെറാപ്പിസ്റ്റ് സ്ത്രീയാണ്. തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ്. സ്ത്രീകളെയാണ് ഈ പോസ്റ്റിലേക്ക് നോക്കുന്നത്. കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 12/3/2024 പ്രകാരം 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി 14,700 ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുള്ളത് 2. അടുത്ത വേക്കൻസി തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ്. പുരുഷന്മാരെയാണ് നോക്കുന്നത്. കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 12/3/2024 40 വയസ്സ് കവിയാൻ പാടില്ല. സാലറി 14,700 പറഞ്ഞിട്ടുള്ളത്. 3 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി യോഗ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്കാണ്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് 1 വർഷത്തെ യോഗ ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് യോഗയിൽ 1 വർഷം ദൈർഘ്യമുള്ള അംഗീകൃത കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ സർക്കാർ വകുപ്പിൽ നിന്ന് യോഗയിൽ 1 വർഷം ദൈർഘ്യമുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ്. അതുപോലെ തന്നെ സംസ്ഥാന റിസോഴ്സ് സെൻറ്റർ 1 വർഷത്തിൽ കുറയാത്ത യോഗ ടീച്ചർ ട്രെയിനിങ്ങിൽ ഡിപ്ലോമ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BNYS, BA, MS, MSCക്കാണ് യോഗ്യതകൾ പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 12/3/2024 കൺസിഡർ ചെയ്യുമ്പോൾ 50 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ്. സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് 14,000 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം 11 പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കാണ്. യോഗ്യത പറഞ്ഞിട്ടുള്ള SLC പാസ്സാവണം. ഏജ് ലിമിറ്റ് 12/3/2024 കൺസിഡർ ചെയ്യുമ്പോൾ 40 വയസ്സ് കവിയാൻ പാടില്ല. സാലറി 10,500 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത വേക്കൻസി വിളിച്ചുള്ളത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാല അംഗീകരിച്ചുള്ള ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം പറഞ്ഞിട്ടുള്ളത് 11,550 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം 1 പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി കെയർ ടേക്കർ എന്ന പോസ്റ്റിലേക്കാണ്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള അംഗീകൃത നഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നഴ്സിംഗാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 12/3/2024 കൺസിഡർ ചെയ്യുമ്പോൾ 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി 14,700 പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 1 ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറാണ്. GNM പറഞ്ഞിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള അംഗീകൃത നഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നഴ്സിംഗാണ്. 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 12/3/2024 കൺസിഡർ ചെയ്യുമ്പോൾ സാലറി 15,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത വേക്കൻസി മൾട്ടി പർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്കാണ്. യോഗ്യത +2 ആണ്. 3 മാസത്തിൽ കുറയാത്ത ഗവൺമെൻറ് അംഗീകൃത കമ്പ്യൂട്ടർ പരിജ്ഞാന സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 12/3/2024 കൺസിഡർ ചെയ്യുമ്പോൾ 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10,500 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റും കോപ്പികളും സഹിതം തൊടുപുഴ കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ 2024 ജൂൺ 10 ബുധന് വൈകുന്നേരം 5 മണിക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് 04862291,782 പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് നോക്കാം. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.